ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബീസ് പി എസ് സി വേൾഡ്. അബീസ് പി എസ് സി വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 10th സ്റ്റാൻഡേർഡിൽ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന ചാപ്റ്ററിലെ കേരള പി എസ് സി എക്സാമിന് വേണ്ടി നമുക്ക് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ചില ഭൂനികുതി വ്യവസ്ഥകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഭൂനികുതി വ്യവസ്ഥ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്നത് ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസയിലാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. റൈറ്റ് വാരി വ്യവസ്ഥയാണെങ്കിൽ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ്. ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയതാണ് റൈറ്റ് വാരി. മഹൽവാരി വ്യവസ്ഥയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ മഹൽവാരി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസയിലും റൈറ്റ് വാരി ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലും മഹൽവാരി ആകുമ്പോൾ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലുമാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്ക് നോക്കാം. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാറാണ് നികുതി പിരിച്ചെടുത്തിരുന്നത്. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെ ഉടമസ്ഥൻ സെമീന്ദാറായിരുന്നു. നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീന്ദാറാണ്. പിന്നീടോ നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെ ഉടമസ്ഥനും കൂടിയായിരുന്നു സെമീന്ദാർമാർ ഭൂ ഉടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി മാറി. വിളവിൻ്റെ 60% വരെ കർഷകർ നികുതിയായി നൽകണമായിരുന്നു. അത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. വിളവിൻ്റെ എത്ര ശതമാനമാണ് നൽകേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ 60%. ഇപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്ന ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാറായിരുന്നു. വിളവിൻ്റെ 60% നികുതിയായി നൽകിയിരുന്നത്. നിശ്ചിത തീയതിയിൽ നികുതി പണമായി നൽകണമായിരുന്നു. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നിശ്ചിത തീയതിക്കുള്ളിൽ തന്നെ നികുതി പണമായിട്ടാണ് നൽകേണ്ടത്. ഇതിന് കുറച്ച് മുമ്പോട്ടുള്ള കാലഘട്ടത്തിലായിരുന്നെങ്കിൽ സാധനങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ തന്നെ നികുതിയായിട്ട് നൽകിയാൽ മതിയായിരുന്നു. എന്നാൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയായപ്പോൾ പണമായിട്ട് തന്നെ നികുതി നൽകണമായിരുന്നു. ഇനി ഇതാരാണ് നടപ്പിലാക്കിയത്? ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത്. കോൺവാലിസ് ആണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു സംവിധാനമാണ് റൈറ്റ് വാരി. ഈ വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയതാണ് റൈറ്റ് വാരി. ഇതിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകനായിരുന്നു. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദരിദ്രരാക്കി. മാത്രമല്ല നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു. അടുത്തത് മഹൽവാരി വ്യവസ്ഥയാണ്. അതിനകത്ത് നികുതി പിരിച്ചെടുത്തത് ഗ്രാമത്തലവനാണ് നികുതി പിരിച്ചെടുത്തത്. എവിടെയാണ്? മഹൽവാരിയിൽ. നമ്മൾ ആദ്യം പഠിച്ച ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ആരായിരുന്നു? ജമീന്ദാറായിരുന്നു. മഹൽവാരി ആകുമ്പോൾ ഗ്രാമത്തലവനാണ് നികുതി പിരിച്ച് എടുത്തിരുന്നത്. ഈ വ്യവസ്ഥയിൽ നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ മഹൽ അല്ലെങ്കിൽ ഒരു യൂണിറ്റായി കണക്കാക്കിയിരുന്നു. അങ്ങനെയാണ് നികുതി പിരിച്ചെടുത്തിരുന്നത്. ഗ്രാമത്തെ വിഭജിച്ചിരുന്നു. അതിനെയാണ് മഹൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയതാണ് റൈറ്റ് വാരി. ഇതിനകത്ത് ഉടമസ്ഥാവകാശം കർഷകനായിരുന്നെങ്കിൽ അമിതമായിട്ടുള്ള നികുതി കർഷകർ നൽകേണ്ടിയിരുന്നു. പിന്നീട് നമ്മൾ മഹൽവാരി നോക്കി. മഹൽവാരി വ്യവസ്ഥ വരുമ്പോഴത്തേക്കിന് ഗ്രാമത്തലവനാണ് നികുതി പിരിച്ചെടുത്തത്. അപ്പോൾ ഗ്രാമത്തിനെ ഓരോ യൂണിറ്റുകളാക്കി വിഭജിച്ചു. അതിനെ മഹൽ എന്നാണ് വിളിച്ചിരുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് കുറിച്യ കലാപത്തെക്കുറിച്ചാണ്. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്നൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പ്രരുമായിരുന്നു കലാപം നടത്തിയത്. 1812 നടന്ന ഈ കലാപത്തിൻ്റെ കാരണങ്ങൾ നമുക്കെന്താണെന്ന് നോക്കാം. അതിനു മുൻപ് 10th പ്രിലിംസ് എക്സാമിൻ്റെ ഫസ്റ്റ് ഫേസിലും കൂടാതെ തന്നെ തുടർന്ന് വന്ന സെക്കൻഡ് ഫേസിലൊക്കെ ചോദിച്ച ചോദ്യമായിരുന്നു കുറിച്യ കലാപം. ഇനി വരാനിരിക്കുന്ന ഫേസുകളിലും ആവർത്തിക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. 1812 കുറിച്യ കലാപം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തി. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. എന്തൊക്കെയാണ് കാരണം? ബ്രിട്ടീഷുകാർ അമിതമായ നികുതി ഏർപ്പെടുത്തി. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇനി കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ കുറിച്യ കലാപത്തിൻ്റെ നേതാവാണ് രാമൻ നമ്പി. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ TH ബാബർ
കലാപത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഇത് ഓർത്തു വെച്ചേക്കുക. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. എന്താണ് പറഞ്ഞത്? 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ. ഇങ്ങനെക്കുറിച്ച് കലാപത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അന്നത്തെ സബ് കളക്ടർ TH ബാബറാണ് ഇങ്ങനെ പറഞ്ഞത്. മറ്റു കലാപങ്ങളും നമുക്ക് നോക്കാം. 19-ാം നൂറ്റാണ്ടിൽ സാന്താൾ കുറിച്ച കലാപങ്ങൾക്ക് പുറമെ നിരവധി ഗോത്ര കലാപങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു. അവയിൽ പ്രധാനപ്പെട്ടതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ഫിൽ കലാപം, മുണ്ട കലാപം. പഹാരിയ, കോൾ, ഖാസി, ഭീൽ, മുണ്ട കലാപം. ഇതൊക്കെ എന്താണ്? ഗോത്രവർഗ കലാപങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ഗോത്രവർഗ കലാപങ്ങളാണ്. കർഷകരുൾപ്പെടെയുള്ള ഏതു ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത്. ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ചരിത്രകാരനായ K. സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകളാണ്: കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത്. ഇപ്പം ഗോത്ര ജനത വിഭാഗങ്ങൾ നടത്തിയ കലാപങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഇനി നമുക്ക് വില്യം ബെന്റിക് പ്രഭുവിൻ്റെ ഒരു വാക്ക് ശ്രദ്ധിക്കാം. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇത് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കൊട്ടേഷനാണ്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇങ്ങനെ പറഞ്ഞതാണ് വില്യം ബെന്റിക് പ്രഭുവാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. കഴിഞ്ഞ 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി നമ്മുടെ ഈ ചാനലിൽ വന്നിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്ന് നിരവധി ചോദ്യങ്ങളാണ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകളാണ് നമ്മൾ ക്ലാസ്സുകളായിട്ട് നൽകിയത്. എല്ലാവരും വീഡിയോ പ്രയോജനപ്പെടുത്തുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം.